everyone, welcome back to Easy on the Eye. I hope all are doing great. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു and ഇന്നത്തെ വീഡിയോ is all about the makeup beauty essentials for our vacations. അതെ, വെക്കേഷൻസിൽ നമ്മൾ എന്തൊക്കെ ക്യാരി ചെയ്യണം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നുള്ളത്. And without any further delay, let's get started. ഞാൻ പൊതുവെ വെക്കേഷൻസിന് അല്ലെങ്കിൽ ട്രിപ്പിനൊക്കെ 1 day ട്രിപ്പിന് പോയാലും 2 day ട്രിപ്പിന് പോയാലും എൻ്റെ കയ്യിലുള്ള എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഒരു കൂട്ടത്തിലാണ്. ഒന്നെങ്കിൽ എല്ലാം എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഒന്നും തന്നെ എടുത്തുകൊണ്ട് പോകത്തില്ല ആണ് എൻ്റെ പരിപാടി. പക്ഷെ നമുക്ക് വേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും മാത്രം തരം തിരിച്ചിട്ട് നമുക്ക് വെക്കേഷൻസിന് കൊണ്ടുപോകാം. സോ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ട്രാവൽ എഡിഷൻസിൽ എന്തൊക്കെയാണ് മേക്കപ്പ് പൗച്ചിൽ വേണ്ടത്, കുറച്ച് സ്കിൻ കെയർ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതുപോലെ ഒരു പൗച്ച് മേടിക്കുക. ഇതെനിക്ക് വിഷ് കെയറിൻ്റെ പ്രൊഡക്ട്സ് എന്തോ മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതുപോലത്തെ ഒരു പൗച്ച് മേടിക്കുക, വിച്ച് വിൽ ബി വെരി ഈസി ഫോർ യു ടു ക്യാരി തിങ്സ്. നമ്മുടെ സ്കിൻ കെയർ ആയാലും ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയാലും ക്യാരി ചെയ്യാൻ എളുപ്പമായിരിക്കും. ആൻഡ് രണ്ടാമത്, നമ്മൾ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് 1 ദിവസമായാലും 2 ദിവസമായാലും ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ടാൻ അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുഖത്ത് നല്ല പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടാവും, അതും അല്ലെങ്കിൽ മുഖം ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും. ഇതെന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് നമ്മളുടെ ഒരു കെയർലെസ്നെസ് കൊണ്ടാണ്. ഒന്നാമത്തെ ടാൻ അടിക്കുന്നതിൻ്റെ മെയിൻ കാര്യം നമ്മൾ സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവില്ല, ഒന്നെങ്കിൽ യൂസ് ചെയ്യുന്നേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നന്നായിട്ട് റീഅപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ രണ്ടാമത്, പിമ്പിൾസ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ആയാലും ഡസ്റ്റ് ആയാലും നമ്മൾ ഈ ട്രിപ്പിൻ്റെ സമയത്ത് മൊത്തം ഇങ്ങനെ കറങ്ങുകയല്ലേ, അപ്പോൾ ഡസ്റ്റ് ആയാലും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നില്ല. അതാണ് പിമ്പിൾസും പെട്ടെന്നുള്ള ബ്രേക്ക് ഡൗൺ പെട്ടെന്നുള്ള സ്കിൻ ബ്രേക്സിന് കാരണം. പിന്നെ ടാൻ്റെ കാര്യം പറഞ്ഞു, സ്കിൻ ബ്രേക്സിൻ്റെ കാരണം. പിന്നെ ഡ്രൈ ആവുന്നതിൻ്റെ കാരണം നമ്മൾ മോയ്സ്ചറൈസർ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവത്തില്ല. ഇതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ മുഖം വല്ലാണ്ട് അലമ്പാകുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കൊരു ട്രാവൽ കിറ്റ് റെഡിയാക്കാം. ഓക്കെ, നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് കൊണ്ട് തന്നെ തുടങ്ങാം. നമ്മളിപ്പം മേക്കപ്പ് ഇട്ടാലും മേക്കപ്പ് ഇട്ടില്ലെങ്കിലും നമ്മൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മിസെല്ല വാട്ടറാണ്. ഇത് നിങ്ങൾക്ക് അതല്ലാതെ ബാം അവൈലബിൾ ആയിരിക്കും. ഇതൊന്നും നിങ്ങൾക്ക് മേടിക്കണ്ടെങ്കിൽ വാസലിൻ ഉണ്ട്. വാസലിൻ എടുക്കുക, മുഖത്ത് ഒന്ന് റബ്ബ് ചെയ്യുക, ദെൻ അത് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഒരു ഫേസ് ക്ലെൻസറാണ്. ഞാൻ ആ ക്ലെൻസർ ഇപ്പോൾ എടുക്കുന്നില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഫേസ് ക്ലെൻസറാണ്. നിങ്ങൾക്ക് ഏത് ഫേസ് ക്ലെൻസേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ആൻഡ് ഫേസ് ക്ലെൻസർ ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണോ അതെടുക്കുക. ഞാനിവിടെ മിസെല്ല വാട്ടറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാംസ് യൂസ് ചെയ്യാം, ഓയിൽസ് യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ നമ്മുടെ പോസിൽ ഇരിക്കും എന്നാണ് പറയുന്നത്, അതുകൊണ്ട് അതല്ലാതെ ഒലിവ് ഓയിലോ അങ്ങനെ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഒരു ഈസിനെസ്സിന് വേണ്ടി മിസെല്ല വാട്ടർ, ഇത് ഒരു പഴയ എൻവൈബയുടെ മേക്കപ്പ് റിമൂവർ സ്പ്രേ ആണ്. ഈ മിസെല്ല വാട്ടർ ഞാൻ ഈ സ്പ്രേ കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കും. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ അടിച്ചിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യാറ്, ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ ട്രിപ്പിന് മേക്കപ്പ് ഇടുകയോ ഇട്ടില്ലയോ, പക്ഷെ ചുറ്റുമുള്ള പൊല്യൂഷൻസും നമ്മുടെ ഡസ്റ്റും ഒക്കെ ഫേസിലുണ്ടാവും. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട അതെടുക്കുക. അതാണ് നമ്മുടെ പൗച്ചിലെ ഫസ്റ്റ് വൺ. ആൻഡ് ഇനി സെക്കൻഡ് വൺ, നമ്മുടെ ലിപ്പ്. നന്നായിട്ട് നമ്മളിപ്പോൾ ചൂടുള്ള ഒരു ഏരിയയിലോട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ നന്നായിട്ട് ലിപ്പിന് എന്ത് പറ്റും, പിഗ്മെൻറ്റേഷനും പറ്റും, അതുപോലെ ലിപ്പ് ഡ്രൈ ആയിട്ട് നന്നായിട്ട് വരണ്ട് പൊട്ടും. സോ ഒരു ലിപ് ബാം, ഇത് SPF ഉള്ളതാണ്. എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലും SPF ഉള്ള ലിപ് ബാം ട്രൈ ചെയ്യുക. ആൻഡ് ദിസ് ഈസ് വിഷ് കെയർ ലിപ് ബാം. ആൻഡ് ദ തേർഡ് വൺ, നമ്മുടെ മേക്കപ്പ് പൗച്ചിൽ നമ്മൾ ഇടുന്നത് ലിപ് ബാമാണ്. ആൻഡ് പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മോയ്സ്ചറൈസർ. ആൻഡ് ഇത് നിങ്ങൾക്ക് ചെറിയൊരു
പാർട്ടിയിലേക്ക് വേണമെങ്കിൽ ആക്കി കൊണ്ടുപോകാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വലിയ മോയ്സ്ചറൈസർ തന്നെ ഹാൻഡി ആയിട്ട് വെക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ബേസിക് സ്കിൻ കെയറിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. ആൻഡ് നെക്സ്റ്റ് പിന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സൺസ്ക്രീൻ. ഇതാണ് അടുത്ത മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതും നമ്മൾ ഇതിലേക്ക് വെച്ചു. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഈ പോകുന്ന ഭയങ്കര ചൂടുള്ള ഏരിയയിലേക്കാണെങ്കിൽ ഈ ഒരു ക്രീം എടുത്തിട്ട് മേക്കപ്പ് അല്ലാതെ നമ്മൾ ഇട്ടേക്കുന്നതിൻ്റെ പുറത്ത് റീഅപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ അതിനു വേണ്ടി ഇപ്പോൾ കുറേ ബ്രാൻഡ്സിൻ്റെ സൺസ്ക്രീൻ സ്പ്രേ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് അലമ്പാണ്. ഞാൻ റെനീയുടെ ഒരെണ്ണം ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്ര സ്യൂട്ടായില്ല. അത് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ ഒരു പിമ്പിൾസ് ഉണ്ടാവുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ അക്കോളജിക്കാടെ പുതിയൊരു മിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, സൺസ്ക്രീൻ മിസ്റ്റ്. ഞാൻ സൈഡിൽ കൊടുക്കാം. അത് കണ്ടിട്ട് എനിക്ക് ഓൾറെഡി ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ട് ഐ ഷെയർ ദി റിവ്യൂ. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ട്രൈ ദാറ്റ് ഔട്ട്. അങ്ങനെ സൺസ്ക്രീൻ സ്പ്രേ ഉണ്ട്. അത് കൊണ്ടുപോയാലുള്ള എളുപ്പം നമുക്ക് ഈസി ആയിട്ട് റീഅപ്ലൈയും ചെയ്യാം. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ടാൻ ആവുകയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് സ്കിൻ കെയർ. ഇനി മേക്കപ്പിൽ നിങ്ങൾ എന്ത് ക്രീമാണ് യൂസ് ചെയ്യുക? ഡെയിലി നിങ്ങൾ മേ ബി ഫൗണ്ടേഷൻ ആണോ, BB ക്രീമാണോ, CC ക്രീമാണോ, എന്താണോ യൂസ് ചെയ്യുന്നത് അതെടുത്ത് വെക്കുക. ഞാൻ പൊതുവേ നോർമലായിട്ട് പോകുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഈ കോമ്പാക്റ്റ് ആണ് ഞാൻ എൻ്റെ ഡെയിലി ഇതിൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഫൗണ്ടേഷൻ, BB, CC ക്രീംസ് ഒന്നും ഇടാറില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കോമ്പാക്റ്റ് എടുത്ത് വെച്ചു, സ്റ്റേസിൻ്റെ. നിങ്ങൾ കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോമ്പാക്റ്റ് എടുത്ത് വെക്കുക. അതല്ല എങ്കിൽ BB, CC ക്രീം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതെടുത്ത് വെക്കുക. പിന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇതൊരു ട്രാവൽ ബ്രഷാണ്. ഞാൻ ഓൾറെഡി ഇത് കാണിച്ചിട്ടുണ്ട് പലതവണ. പൗഡർ ബ്രഷിനും ഉണ്ട്, അതുപോലെ ഇപ്പോൾ ഫൗണ്ടേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്ലെൻഡ് ചെയ്യാനും ഉണ്ട്. പിന്നെ നമ്മുടെ ഐ ഷാഡോസ് ബ്ലെൻഡ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ട്രാവൽ ബ്രഷ് അത്യാവശ്യമായിട്ട് മേടിക്കുക, എപ്പോഴും ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ ഞാൻ എൻ്റെ ട്രാവൽ ബ്രഷും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക്. ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇടുമ്പോൾ കുറച്ച് അത്യാവശ്യം ബ്രൈറ്റ് ആവുന്ന ഇപ്പോൾ ഇട്ടേക്കുന്ന ഇത് തന്നെയാണ്, ഡാസ്ലറിൻ്റെ 25. ഇത് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക്. പിന്നെ ഞാൻ അത്യാവശ്യം ഒരു ബ്ലഷ് പേഴ്സൺ ആയതുകൊണ്ട് ഞാനൊരു ബ്ലഷും എടുത്ത് വെച്ചേക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ എനിക്ക് ബ്ലഷായിട്ടും അപ്ലൈ ചെയ്യാം, ഐ ഷാഡോ ആയിട്ട് വേണമെങ്കിൽ ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യാം, എനിക്ക് ലിപ്സ്റ്റിക്കായിട്ട് വേണമെങ്കിൽ ലിപ്സ്റ്റിക്കായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു 3-in-1 ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ആൻഡ് പിന്നെ ഞാൻ എടുത്ത് വെക്കുന്നത് ഈ ഒരു മസ്കാരയാണ്. ഐ ഓൾവേസ് പ്രിഫർ മസ്കാരാസ് ബിക്കോസ് നമുക്ക് ഏതൊരു ലുക്കും കുറച്ചുകൂടെ ഹൈലൈറ്റ് ആക്കാൻ മസ്കാരാസ് എപ്പോഴും നല്ലതാണ്. സോ ഒരു മസ്കാര എടുത്ത് വെക്കുന്നുണ്ട്. ആൻഡ് ഒരു ഐബ്രോ സെറ്റ് ചെയ്യാനും ഐബ്രോ ടച്ച് ചെയ്യാനും പിന്നെ താഴെ കണ്ണെഴുതാനും അതുപോലെ ഇതുകൊണ്ട് മുകളിലും നമുക്ക് കണ്ണെഴുതാം. അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഇത്രയും പ്രോഡക്ട്സ് ആണ് നമ്മൾ ഒരു ട്രാവൽ എസെൻഷ്യൽ കിറ്റിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഐ എം റെഡി ടു ട്രാവൽ. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ ബേസിക് സ്കിൻ കെയറുമായി അതുപോലെ ബേസിക് ട്രാവൽ എസെൻഷ്യൽസുമായി ഒരു സമ്മറിലാണെങ്കിലും വിൻ്ററിലാണെങ്കിലും നമ്മുടെ ട്രാവൽ എസെൻഷ്യൽസ് ഇത്രയിൽ നമുക്ക് ഒതുക്കാം. I hope you like this video and this video is helpful for you, and please don't forget to like, share, comment and subscribe. See you on my next video. Bye.